this video, I am going to discuss about shaper drive mechanism. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷേപ്പർ ഡ്രൈവ് മെക്കാനിസം ആണ്. പ്രീവിയസ് വീഡിയോയിൽ വി ഹാവ് ഡിസ്കസ്ഡ് അപ് ടു ക്ലാസിഫിക്കേഷൻ ഓഫ് ഷേപ്പർ. So what is the purpose of a shaper drive mechanism? Shaper drive mechanism is used to convert rotary motion of electrical motor into reciprocating motion of ram. ഷേപ്പർ ഡ്രൈവ് മെക്കാനിസത്തിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് മോട്ടോറിൻ്റെ റോട്ടറി മോഷന ഷേപ്പറിൻ്റെ റാമിൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷനായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നാണ് ഷേപ്പർ ഡ്രൈവ് മെക്കാനിസത്തിൻ്റെ purpose എന്ന് പറയുന്നത്. See, during a shaper operation, the ram will be moving forward direction and backward direction. Generally, during forward motion, the cutting of metal cutting will take place. In backward motion, that is an ideal stroke, no metal cutting will take place. So one cycle that contain one cutting stroke plus one ideal stroke. So during ideal stroke, no metal cutting will take place. So ideal stroke, the time of ideal stroke will be small when comparing to the time of cutting stroke in a shaper. And that mechanism is known as quick return mechanism. Okay, ഒരു ഷേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഷേപ്പറിൻ്റെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഒരു കട്ടിംഗ് സ്ട്രോക്ക്, ദാറ്റ് മീൻസ് ഫോർവേഡ് സ്ട്രോക്കും പ്ലസ് ഒരു ബാക്ക്വേർഡ് സ്ട്രോക്ക്, ദാറ്റ് മീൻസ് ഐഡിയൽ സ്ട്രോക്ക്. അപ്പോൾ ഒരു കട്ടിംഗ് സ്ട്രോക്കും ഒരു ഐഡിയൽ സ്ട്രോക്കും ചേർന്നാണ് ഒരു ഷേപ്പറിൻ്റെ ഒരു വൺ കംപ്ലീറ്റ് സ്ട്രോക്ക് അല്ലെങ്കിൽ വൺ കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. കട്ടിംഗ് സ്ട്രോക്ക് മീൻസ് റാം വിൽ ബി മൂവിങ് ഇൻ ഫോർവേഡ് ഡയറക്ഷൻ. അപ്പോൾ റാം ഫോർവേഡായിട്ട് മൂവ് ചെയ്യുമ്പോഴാണ് കട്ടിംഗ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. റാം ഫോർവേഡായിട്ട് മൂവ് ചെയ്യുമ്പോഴാണ് മെറ്റൽ കട്ടിംഗ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. സോ റാം ഫോർവേഡ് മൂവ് ചെയ്യുന്നത് വളരെ സ്ലോയിലായിരിക്കും. ദെൻ റാം ബാക്ക്വേർഡ് മൂവ് ചെയ്യുന്നത് അതിനാണ് ഐഡിയൽ സ്ട്രോക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാക്ക്വേർഡ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. സോ ഐഡിയൽ സ്ട്രോക്കിൽ മെറ്റൽ കട്ടിംഗ് നടക്കുന്നില്ല. ദെൻ ഐഡിയൽ സ്ട്രോക്ക് ഷുഡ് ബി കംപ്ലീറ്റഡ് ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ. സോ ഷേപ്പറിൽ ഒരു മെക്കാനിസം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെയാണ് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ക്വിക്ക് റിട്ടേൺ മെക്കാനിസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിംഗ് സ്ട്രോക്ക് വിൽ ബി slow that consume time when comparing to ideal stroke. So ideal stroke that should be completed as fast as possible. Cutting stroke വളരെ പതുക്കെയും ഐഡിയൽ സ്ട്രോക്ക് വളരെ പെട്ടെന്ന് കഴിയുന്ന രീതിയിലാണ് ഷേപ്പറിലെ മെക്കാനിസം സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതിനെയാണ് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഷേപ്പറിലെ 3 ഡ്രൈവ് മെക്കാനിസം ആണ് ഷേപ്പറിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ക്രാങ്ക് ആൻഡ് സ്ലോട്ടറിംഗ് മെക്കാനിസം, second one Whiteworth quick return mechanism, and third one hydraulic mechanism or hydraulic shaper. But these are the 3 mechanisms which is used to convert rotary motion of the electrical motor into reciprocating motion of the ram. അപ്പോൾ ഈ ഒരു 3 മെക്കാനിസത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ക്രാങ്ക് ആൻഡ് സ്ലോട്ടറിംഗ് മെക്കാനിസവും അതുപോലെ തന്നെ ഹൈഡ്രോളിക് മെക്കാനിസമാണ്. സാധാരണ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാറുള്ളത് ക്രാങ്ക് ആൻഡ് സ്ലോട്ടറിംഗ് മെക്കാനിസവും ഹൈഡ്രോളിക് ഷേപ്പറുമാണ്. So first I am going to discuss about crank and slot link mechanism. Okay, so this is a figure of crank and slot link quick return mechanism in shaper. Okay, see, crank and slot link quick return mechanism is the most widely used drive mechanism in shaper. Commonly, in a standard shaper, crank and slot link mechanism is used, which is used to convert rotary motion of electrical motor into reciprocating motion of the ram. Okay, so crank and slot link mechanism ആണ് commonly ഏറ്റവും കൂടുതലായിട്ട് ഷേപ്പറിൽ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ മോട്ടോറിൻ്റെ റോട്ടറി മോഷനെ റാമിൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദാറ്റ്സ് ദ പർപ്പസ് ഓഫ് ദി ക്രാങ്ക് ആൻഡ് സ്ലോട്ടറിംഗ് മെക്കാനിസം. സോ വാട്ട്സ് ദ പർപ്പസ് ഓഫ് ക്രാങ്ക് ആൻഡ് സ്ലോട്ടറിംഗ് മെക്കാനിസം ഈസ് വിച്ച് ഈസ് യൂസ് ടു കൺവേർട്ട് rotary motion of electrical motor into reciprocating motion of the ram.
So it is also a quick return motion. That means the ideal stroke will be completed as fast as possible when comparing to forward stroke or cutting stroke. So this is a schematic diagram which explains crank and throttling mechanism. So I will explain one by one how this crank and throttling mechanism work and how the quick return mechanism will operate through crank and throttling mechanism. So ഇതാണ് crank and throttling mechanismത്തിന്റെ ഫിഗർ എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആയ ഫിഗർ ആണ്, സ്ഥിരം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാറുണ്ട്. സോ crank and throttling mechanism which consists a slotted link. crank and throttling mechanismത്തിൽ ഒരു slotted link ഉണ്ടാവും. This is a slotted link. And this slotted link that is known as rocker arm. ഈ slotted ലിങ്കിൻ്റെ പേരാണ് rocker arm. rocker arm. So crank and throttling mechanism that consists a slotted link, it is known as rocker arm. See, this rocker arm pivoted at the bottom and which act as a fulcrum. ഈ rocker armina താഴ്ഭാഗത്ത് pivot ചെയ്തിട്ടുണ്ടാവും. Then it act as a fulcrum. And top of the rocker arm that is connected to a block through a short link. ഈ ഒരു rocker armന്റെ മുകൾ ഭാഗം ബ്ലോക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് ബ്ലോക്ക്. ഷോർട്ട് ലിങ്ക് ഉപയോഗിച്ചിട്ട് ബ്ലോക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ crank and throttling mechanism which consists a slotted link that is known as rocker arm. Bottom of the rocker arm is pivoted that act as a fulcrum, and top of the rocker arm that is connected to a block through a short link. And the position of block that can be changed. ഈ ഒരു ബ്ലോക്കിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാൻ പറ്റും. We can change the position of the block. Okay. See, the rocker arm that is pivoted with a sliding block. ഈ rocker arm ഒരു സ്ലൈഡിംഗ് ബ്ലോക്കുമായിട്ട് പിവറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സി, ദിസ് ഇസ് എ സ്ലൈഡിംഗ് ബ്ലോക്ക് ഇൻ ദ സ്ലോട്ട്. ഇപ്പോൾ റോക്കർ ആം ഒരു സ്ലൈഡിംഗ് ബ്ലോക്കുമായിട്ട് പിവറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് സ്ലൈഡിംഗ് ബ്ലോക്ക്, ഇതാണ് എന്ത് റോക്കർ ആമിൻ്റെ സ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്ലോട്ടിലാണ് എന്ത് ചെയ്യുന്നത്? ഈ സ്ലൈഡിംഗ് ബ്ലോക്ക് ഉള്ളത്. ഈ സ്ലൈഡിംഗ് ബ്ലോക്കിൻ്റെ ഉള്ളിലാണ് ക്രാങ്ക് പിൻ എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യുന്നത്. ആൻഡ് സ്ലൈഡിംഗ് ബ്ലോക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യും? ഈ സ്ലോട്ടിലൂടെ മൂവ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ റോക്കർ ആം ഒരു സ്ലൈഡിംഗ് ബ്ലോക്കുമായിട്ട് പിവറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ലൈഡിംഗ് ബ്ലോക്കിൻ്റെ സെൻറ്ററിലാണ് ക്രാങ്ക് പിൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സ്ലൈഡിംഗ് ബ്ലോക്ക് ഫ്രീ ആയിട്ട് ഈ സ്ലോട്ടിലൂടെ എന്ത് ചെയ്യും? മൂവ് ചെയ്യും. ഓക്കെ, then at the back of the rocker arm, so this is the back side of the rocker arm, a large cast steel gear is fixed that is known as bull gear. ഈ റോക്കർ ആമിൻ്റെ പിൻവശത്ത് ഒരു വലിയ കാസ്റ്റ് സ്റ്റീൽ ഗിയർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് ബുൾ ഗിയർ എന്ന് പറയുന്നത്. ആൻഡ് ഫ്രണ്ട് പോർഷൻ ഓഫ് ദ ബുൾ ഗിയറിൻ്റെ ഫ്രണ്ട് പോർഷൻ, ഇതാണ് ബുൾ ഗിയറിൻ്റെ ഫ്രണ്ട് പോർഷൻ. സോ ഈ ഫ്രണ്ട് പോർഷൻ ഓഫ് ദ ബുൾ ഗിയർ എ ടീ സ്ലോട്ട് ഈസ് പ്രൊവൈഡഡ്. സി, ഒരു ടീ സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ കാണുന്നതാണ് ടീ സ്ലോട്ട് എന്ന് പറയുന്നത്. Then that T slot consists a lead screw. So this is the lead screw. And this crank pin is attached to the lead screw through a crank slide. അപ്പോൾ ഈ ഒരു ബ്ലോക്ക്, ഈ ബ്ലോക്ക് സ്ലൈഡിംഗ് ബ്ലോക്കാണ്. ഓക്കെ, അപ്പോൾ ഈ ബ്ലോക്കിൻ്റെ നടുക്കിലാണ് ക്രാങ്ക് പിൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ ക്രാങ്ക് പിന്നെ ഈ ഒരു ലീഡ് സ്ക്രൂ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും ഒരു ക്രാങ്ക് സ്ലൈഡ് വെച്ചിട്ട്. ഓക്കെ, ആൻഡ് ദ പൊസിഷൻ ഓഫ് ദി crank pin can be changed by rotating the bevel gear. One bevel gear that is concentric with the bull gear and other one is perpendicular. ഈ ക്രാങ്ക് പിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാൻ പറ്റും ഈ ഒരു ബിവൽ ഗിയർ റൊട്ടേറ്റ് ചെയ്തിട്ട്. ഓക്കെ, ദെൻ ദർ ഇസ് എ ഡ്രൈവിംഗ് പിനിയൻ ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ഇലക്ട്രിക്കൽ മോട്ടർ. ഈ ഡ്രൈവിംഗ് പിനിയനാണ് ഇലക്ട്രിക്കൽ മോട്ടറുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ദെൻ സ്ട്രോക്ക് ലെങ്ത് ഓഫ് എ റാം. സ്ട്രോക്ക് ലെങ്ത് ഓഫ് എ റാം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ദ റാം മൂവ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ്. അതാണ് സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത്. റാം എത്ര ഡിസ്റ്റൻസിലാണോ ഫോർവേഡ് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാക്ക്വേഡ് മൂവ് ചെയ്യുന്നതാണ് സ്ട്രോക്ക് ലെങ്ത് ഓഫ് എ റാം എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രോക്ക് ലെങ്ത് ഓഫ് എ റാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻറ്റർ ഓഫ് ദി ബുൾ ഗിയർ ആൻഡ് സെൻറ്റർ ഓഫ് ദി ക്രാങ്ക് പിൻ ആണ്.
അപ്പോൾ സെൻറ്റർ ഓഫ് ദ ബുൾ ഗിയറിൻ്റെ സെൻറ്റർ മുതൽ ക്രാങ്ക് പിന്നിൻ്റെ സെൻറ്റർ വരെ ഡിസ്റ്റൻസ് ആണ് സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിൻ പാർട്സ്, ക്രാങ്ക് ആൻഡ് സ്ലോട്ടറിംഗ് മെക്കാനിസത്തിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഡിസ്കസ് ചെയ്യാം. Crank and slotting mechanism that consists a slotted link that is known as rock ram. Bottom of the slotted link or rock ram that is pivoted and it acts as a fulcrum. In top, the rock ram is connected to the block by using a short link and the position of the block that can be changed. See a sliding block that is pivoted to the rock ram in the slotted link. The sliding block that is free to move through the slotted link and the crank pin rotate at the center of the sliding block. Back of the rock ram, a large cast steel gear is fixed that is known as bull gear. Front portion of the bull gear consists a T-slot. In that T-slot, a lead screw is fixed and the crank pin that is connected to lead screw through a crank slide. And the position of the crank pin that can be changed by rotating the bevel gear. There are two bevel gear, one is concentrically with the bull gear and other one is perpendicular. So the stroke length means the distance by which through which the ram reciprocate forward or backward. Stroke length can be depend on the distance between the center of the bull gear and center of the crank pin. Okay, a small driving pinion that is connected with the bull gear and the driving pinion that is attached to electric motor. So when the driving pinion rotating, the bull gear rotates, then what will be happen? The ram will reciprocate. That means ram will move forward and backward direction. So this is known as crank and slotting mechanism. Then how we can quick return will be achieving? Quick return motion എങ്ങനെയാണ് അച്ചീവ് ചെയ്തത്? ഒരു ക്രാങ്ക് ആൻഡ് സ്ലോട്ടറിംഗ് മെക്കാനിസം വെച്ചിട്ട് എങ്ങനെയാണ് ക്വിക്ക് റിട്ടേൺ മോഷൻ അച്ചീവ് ചെയ്യുന്നത്? ഓക്കെ, സോ ദിസ് ഈസ് ദ ഡയഗ്രാം വിച്ച് ഷോസ് ഹൗ ദ ക്വിക്ക് റിട്ടേൺ മോഷൻ വിൽ ബി അച്ചീവ്. സോ ഇതിൽ ഈ ലൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? റോക്ക് റാം ആയിരിക്കും. ഇതെന്താണ്? ഈ ചെറിയൊരു ബോക്സ് അത് സ്ലൈഡിംഗ് ബ്ലോക്കാണ്. ഈ സെൻട്രൽ കാണുന്ന ഇതാണ് ക്രാങ്ക് പിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കട്ടിംഗ് സ്ട്രോക്കിൻ്റെ സമയത്ത് ടൈം കുറവും റിട്ടേൺ സ്ട്രോക്ക് ഓർ ഐഡിയൽ സ്ട്രോക്കിൽ ടൈം കൂടുതലുമായിരിക്കും. അതായത് കട്ടിംഗ് സ്ട്രോക്കിൻ്റെ സമയത്ത് ടൈം കൂടുതലും റിട്ടേൺ സ്ട്രോക്കിൻ്റെ സമയത്ത് ടൈം കുറവുമായിരിക്കും. ഓക്കെ, സോ കട്ടിംഗ് സ്ട്രോക്കിൻ്റെ സമയത്ത് ഈ ഒരു ക്രാങ്ക് പിൻ റൊട്ടേറ്റ് ചെയ്യുന്നത് 260 ഡിഗ്രിയിലായിരിക്കും. ഇപ്പോൾ 260 ഡിഗ്രിയിലായിരിക്കും. ദെൻ അതായത് P1 എന്ന് പറയുന്ന പോയിന്റ് P2യിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ക്രാങ്ക് പിൻ റൊട്ടേറ്റ് ചെയ്യുന്നത് കട്ടിംഗ് സ്ട്രോക്കിൽ ഫോർവേഡ് മോഷനിൽ. ഇനി റിട്ടേൺ സ്ട്രോക്കിൻ്റെ സമയത്ത് ക്രാങ്ക് പിൻ റൊട്ടേറ്റ് ചെയ്യുന്നത് P2 to P1 ആണ്. സോ P2 നിന്ന് P1ലേക്കാണ് റിട്ടേൺ സ്ട്രോക്കിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കട്ടിംഗ് സ്ട്രോക്കിൽ ക്രാങ്ക് പിൻ റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 260 ആണ്. റിട്ടേൺ സ്ട്രോക്കിൽ ക്രാങ്ക് പിൻ റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 144 ഡിഗ്രി ആണ്. സോ കട്ടിംഗ് സ്ട്രോക്കിൽ കൂടുതൽ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യേണ്ടതുകൊണ്ട് അത് കൂടുതൽ ടൈം എടുക്കും. റിട്ടേൺ സ്ട്രോക്കിൽ കുറച്ച് ആംഗിൾ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. 144 ഡിഗ്രി ആണ്. അതുകൊണ്ട് റിട്ടേൺ സ്ട്രോക്ക് കട്ടിംഗ് സ്ട്രോക്കിനേക്കാളും സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്യും. സോ ദിസ് ഈസ് ദ മെക്കാനിസം ബിഹൈൻഡ് ക്വിക്ക് റിട്ടേൺ മോഷൻ ഇൻ എ ക്രാങ്ക് ആൻഡ് സ്ലോട്ടറിംഗ് മെക്കാനിസം. അപ്പോൾ ക്രാങ്ക് ആൻഡ് സ്ലോട്ടറിംഗ് മെക്കാനിസം ആണ് കോമൺലി ഷേപ്പറിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് ഈസ് യൂസ് ടു കൺവേർട്ട് റോട്ടറി മോഷൻ ഓഫ് ഇലക്ട്രിക്കൽ മോട്ടോർ ഇൻറ്റു റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഓഫ് ദി റാം. ഓക്കെ, രണ്ടാമത്താണ് ഹൈഡ്രോളിക് ഷേപ്പർ. അപ്പോൾ ഹൈഡ്രോളിക് ഷേപ്പർ ഞാൻ ഓൾറെഡി കൊടുത്ത നോട്ടിലുണ്ടാവും. ഞാൻ കുറച്ചും കൂടി അത് വേറെ രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഇത് റെഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, സി ദിസ് ഈസ് ദ ഫിഗർ ഓഫ് ഹൈഡ്രോളിക് ഷേപ്പർ. എക്സാമിന് ചോദിക്കാറുള്ളതാണ് ഹൈഡ്രോളിക് ഷേപ്പർ. ഓക്കെ, ഇതാണ് ഹൈഡ്രോളിക് ഷേപ്പറിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. So in a hydraulic shaper, a hydraulic cylinder that is used to reciprocate the shaper ram. ഒരു ഹൈഡ്രോളിക് ഷേപ്പറിൽ ഒരു ഹൈഡ്രോളിക് സിലിണ്ടർ ഉപയോഗിച്ചിട്ടാണ്
ഷേപ്പറിൻ്റെ റാം റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ വർക്കിംഗ് ഫ്ലൂയിഡ് ഈസ് ഹൈലി പ്രഷറൈസ്ഡ് ഹൈഡ്രോളിക് ഓയിൽ. ഹൈലി പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഹൈഡ്രോളിക് ഓയിലാണ് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഒരു ഹൈഡ്രോളിക് ഷേപ്പറിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാമാണ്. മെയിൻ പാർട്സ് എന്ന് പറയുന്നത് ഒരു ഹൈഡ്രോളിക് ടാങ്ക് ഉണ്ടാവും, ഹൈഡ്രോളിക് ഓയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫിക്സഡ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് ഉണ്ട്. ദെൻ 5/3 സ്പൂൾ ടൈപ്പ് ഡയറക്ഷൻ കൺട്രോൾ വാൾവ് ഉണ്ട്, ഒരു ത്രോട്ടിൽ വാൾവ് ഉണ്ട്. ദെൻ ഹിയർ ഒരു ഡബിൾ ആക്ടിങ് സിലിണ്ടർ ഉണ്ട്. ദെൻ റിവേഴ്സിങ് ലിവേഴ്സ് ഉണ്ട്, റിവേഴ്സിങ് ഡോഗ് ഉണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറയാം. സോ ഇനീഷ്യലി ഈ പിസ്റ്റൺ എന്ന് പറയുന്നത് ബാക്ക് സൈഡിലായിരിക്കും. അതായത് റാം ഒരു കംപ്ലീറ്റ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്ക്വേർഡ് വന്ന് നിൽക്കുന്ന പൊസിഷൻ. ഓക്കെ, ദെൻ ദറ്റ് പമ്പ് വിൽ ബി സ്വിച്ച് ഓൺ. അപ്പോൾ പമ്പ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പാണ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പാണ് ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ കോമൺലി യൂസ് ചെയ്യുന്നത്. ഗിയർ പമ്പ് ആയിരിക്കും. ഗിയർ പമ്പ്, വെയിൻ പമ്പ്, ലോബ് പമ്പ്, സ്വാഷ് പ്ലേറ്റ് പമ്പ്. വി ഹാവ് എ സെവറൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിക്സഡ് പോസ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ്. അപ്പോൾ ഇതിൽ സപ്പോസ് വി ഹാവ് യൂസ്ഡ് എ ഗിയർ പമ്പ്, ഇറ്റ്സ് എ ഫിക്സഡ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ്. ഗിയർ പമ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ പമ്പിങ് ചെയ്യുന്ന സമയത്ത് ലോ പ്രഷർ ഹൈഡ്രോളിക് ഓയിൽ ഹൈ പ്രഷർ ഹൈഡ്രോളിക് ഓയിലായിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം അത് ഈ ഒരു പോർട്ടിലൂടെ വന്നിട്ട് ഈ പിസ്റ്റൺ സൈഡിൽ വന്നിട്ട് പ്രഷർ എക്സേർട്ട് ചെയ്യും. സോ ഇതൊരു പിസ്റ്റൺ സൈഡാണ്, ഇത് റോഡ് സൈഡാണ്. സോ പിസ്റ്റൺ സൈഡിൽ വന്ന് പ്രഷർ എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് പിസ്റ്റൺ ഫോർവേഡ് മൂവ് ചെയ്യുമ്പോൾ ദ റാം വിൽ മൂവ് ഫോർവേഡ്. റാം ഫോർവേഡ് മൂവ് ചെയ്യുമ്പോൾ റോഡ് സൈഡിലെ ഹൈഡ്രോളിക് ഓയിൽ ഈ ഒരു ലൈനിലൂടെ തിരിച്ച് ത്രോട്ടിൽ വാൾവിലൂടെ റിസർവോയറിലേക്ക് വരും. ദെൻ ഫോർവേഡ് മോഷൻ കംപ്ലീറ്റ് ചെയ്യും. സോ ഫോർവേഡ് മോഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് എത്തിക്കഴിഞ്ഞാൽ ഈ ലിവർ വന്നിട്ട് റിവേഴ്സ് ഡോറിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്പൂൾ വാൾവിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യും. എങ്ങനെയാണ് പൊസിഷൻ ചേഞ്ച് ചെയ്യുക? ഇത് വന്ന് ക്ലോസ് ആവും, രണ്ടാമത്തെ പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്യും. സോ ഇത് ഫോർവേഡ് മോഷൻ്റെ പൊസിഷനാണ് സ്പൂൾ വാളിനുള്ളത്. സോ നെക്സ്റ്റ് പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് മൂവ് ചെയ്യേണ്ടത്? പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഹൈഡ്രോളിക് ഓയിൽ ഇതിലൂടെ വന്നിട്ട് ഈ പിസ്റ്റൻ്റെ ഈ സൈഡിൽ എന്ത് ചെയ്യണം? ഫോഴ്സ് എക്സേർട്ട് ചെയ്യണം. ഓക്കെ, ദെൻ ലോ പ്രഷറുള്ള ഹൈഡ്രോളിക് ഓയിൽ എന്ത് ചെയ്യണം? തിരിച്ച് ടാങ്കിലേക്ക് ഫ്ലോ ചെയ്യണം. അപ്പോൾ ഈ ഒരു പോർട്ട് എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. ഇതൊക്കെ പോർട്ടാണ്. ഈ ഒരു പോർട്ട് ക്ലോസ് ചെയ്യും. ഈ ഒരു പോർട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പമ്പിൽ നിന്നുള്ള ഹൈ പ്രഷർ ഹൈഡ്രോളിക് ഓയിൽ ഇതിലൂടെ വന്നിട്ട് ഈ ഒരു പോർട്ടിലൂടെ പിസ്റ്റൻ്റെ ഈ സൈഡിൽ വന്നിട്ട് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ദെൻ പിസ്റ്റൺ പിന്നോട്ട് പോകുമ്പോൾ ഓൾറെഡി ഉള്ള ഈ ഒരു പിസ്റ്റൺ സൈഡിലുള്ള ഹൈഡ്രോളിക് ഓയിൽ, രണ്ട് സൈഡാണ് ഒരു ഡബിൾ ആക്ടിങ് സിലിണ്ടറിൽ, പിസ്റ്റൺ സൈഡും അതേപോലെ തന്നെ റോഡ് സൈഡും. സോ രണ്ടാമത്തെ ഘട്ടത്തിൽ, അതായത് റിട്ടേൺ സ്ട്രോക്കിൽ ഹൈലി പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഹൈഡ്രോളിക് ഓയിൽ വന്നിട്ട് ഈ ഒരു റോഡ് സൈഡിലെ പിസ്റ്റണിൽ എന്ത് ചെയ്യും? ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. സോ പിസ്റ്റൺ പിന്നോട്ട് പോകുമ്പോൾ ഓൾറെഡി ഈ ഒരു പിസ്റ്റൺ സൈഡിലെ ഹൈഡ്രോളിക് ഓയിൽ തിരിച്ച് റിസർവോയറിലേക്ക് എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും. ഇങ്ങനെയാണ് ഒരു ഹൈഡ്രോളിക് ഷേപ്പർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എങ്ങനെയാണ് ഹൈഡ്രോളിക് ഷേപ്പർ ക്വിക്ക് റിട്ടേൺ മോഷൻ അച്ചീവ് ചെയ്യുന്നത്? See, the speed of the piston is inversely proportional to pressure acting area. അപ്പോൾ സ്പീഡ് ഓഫ് ദ പിസ്റ്റൺ എന്ന് പറയുന്നത് പ്രഷർ ആക്ടിങ് ഏരിയയ്ക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഏരിയ കൂടുമ്പോൾ സ്പീഡ് കുറയും, ഏരിയ കുറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് കൂടും എന്നാണ് പറയുന്നത്. സോ ഇൻ ഫോർവേഡ് സ്ട്രോക്ക് pressure act across the piston head area so that speed is low. In backward stroke, pressure act across the piston road side area so that speed is more. That is how quick return mechanism will work. അപ്പോൾ ഇങ്ങനെയാണ് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ദ പിസ്റ്റൺ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രഷർ ആക്ടിങ് ഏരിയ. സോ ഫോർവേഡ് സ്ട്രോക്കിൽ എൻ്റെ പിസ്റ്റണിൻ്റെ മുകളിൽ പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ സ്പീഡ് എന്തായിരിക്കും? കുറവായിരിക്കും. റിട്ടേൺ സ്ട്രോക്കിൽ എൻഡ് ഓഫ് ദ പിസ്റ്റണിൽ പ്രഷർ ആക്ട് ചെയ്യുന്നില്ല. ഈ ഒരു ഏരിയ, അതായത് പിസ്റ്റൺ റോഡുള്ള ഏരിയയിൽ ഹൈഡ്രോളിക് ഓയിൽ പ്രഷർ ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ സ്പീഡ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ഈ ക്വിക്ക് റിട്ടേൺ മോഷൻ ഹൈഡ്രോളിക് ഷേപ്പറിൽ വർക്കാവുന്നത്.
Then advantages of hydraulic shaper. This is ചോദിക്കുന്നതാണ്. What is the advantage and disadvantage of hydraulic shaper? Does not make any noise and operate very quietly. നോയ്സ് ഉണ്ടാക്കുന്നില്ല, വളരെ ക്വയറ്റ് ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ഓൺ ഒബ്സ്ട്രക്ഷൻ വിത്തൗട്ട് ഡാമേജ് ടു ടൂൾ ഓർ മെഷീൻ. ദിസ് ഇസ് സെക്കൻഡ് വൺ. എബിലിറ്റി ടു ചേഞ്ച് ലെങ്ത് ആൻഡ് പൊസിഷൻ ഓഫ് സ്ട്രോക്ക് ഓർ സ്പീഡ് വൈൽ ദ മെഷീൻ ഈസ് റണ്ണിങ്. The reversal of the arm is obtained quickly without any shock as the oil on the other side of the cylinder provide cushioning effect. Offer great flexibility to speed and feed. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്? മോർ കോസ്റ്റ്ലിയർ ദാൻ മെക്കാനിക്കൽ ഷേപ്പർ. ലീക്കേജ് ഓഫ് ഓയിൽ പോസ് എ മേജർ പ്രോബ്ലം ഇൻ മെഷീൻ ടൂൾ. When the amount of leakage increases, the capacity of unit reduces and the efficiency goes down. സോ ഇത്രയാണ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഹൈഡ്രോളിക് ഷേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഷേപ്പർ ഡ്രൈവിംഗ് മെക്കാനിസം ആണ്. ക്രാങ്ക് ആൻഡ് സ്ലോട്ടലിംഗ് മെക്കാനിസവും അതേപോലെ തന്നെ ഹൈഡ്രോളിക് ഷേപ്പറും. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. ക്രാങ്ക് ആൻഡ് സ്ലോട്ടലിംഗ് മെക്കാനിസം, ദെൻ ഓൾസോ ഹൈഡ്രോളിക് ഷേപ്പർ. ഓക്കെ, താങ്ക് യു.